മൗന നൊമ്പരങ്ങൾ. രചന സാനിയ. നഗരത്തിലെ തിരക്കേറിയ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ആകെ തളർന്നിരിക്കുകയായിരുന്നു വർഷ. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ അച്ഛന്റെ പെട്ടെന്നുള്ള ഈ അസുഖം അവളെ മാനസികമായി വല്ലാതെ തളർത്തിക്കളഞ്ഞു. വർഷ, പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. അത് അവളുടെ കോളേജ് സുഹൃത്ത് മീരയായിരുന്നു. മീര, അച്ഛന്റെ ഓപ്പറേഷൻ നാളെയാ. പക്ഷെ അത്രയും തുക എങ്ങനെ സംഘടിപ്പിക്കുന്ന എനിക്കറിയില്ല, വർഷ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. അന്നേരം അവിടെ കൂടെ കടന്നുപോയ ഒരു യുവാവ് പെട്ടെന്ന് നിന്നു. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച ഗൗരവമേറിയ മുഖമുള്ള ഒരാൾ. വർഷയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ പതിഞ്ഞിട്ടുണ്ടാവണം. അവനൊന്നും ആലോചിക്കാതെ വർഷയുടെ അടുത്തേക്ക് വന്നു. എത്ര രൂപയാ വേണ്ടത്? വളരെ ശാന്തമായ എന്നാൽ ഗാംഭീര്യമുള്ള ആ ശബ്ദം കേട്ട് വർഷം ഞെട്ടിപ്പോയി. അവൾ തലയുയർത്തി അവനെ നോക്കി. ആ മുഖത്തൊരു പരിചയമില്ലാത്തൊരു അപരിചിതൻ. അത് 1,00,000 രൂപ വരും. പക്ഷെ നിങ്ങളാരാ? ആരും പോക്കറ്റിൽ നിന്നൊരു കാർഡ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എന്റെ പേര് ആര്യൻ. ഇപ്പൊ ഈ പൈസയെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, ബില്ല് ഞാൻ ക്ലിയർ ചെയ്തോളാം. മറുപടി കാത്തിൽക്കാതെ ആര്യം മുന്നോട്ട് നടന്നു. വർഷക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്തിനാണ് ഒരാൾ യാതൊരു പരിചയമില്ലാത്ത തനിക്ക് വേണ്ടി ഇത്രയും വലിയ സഹായം ചെയ്യുന്നത്. അതോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ആര്യന്റെ ആ ഗൗരവമേറിയ കണ്ണുകളിൽ ഗൂഢമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആര്യൻ നടന്നകുന്ന വഴിയെ വർഷ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. മീര അവളുടെ തോളിൽ തട്ടി. വർഷ, ഇത് സ്വപ്നമല്ലല്ലോ. ഈ ആര്യൻ എന്നൊരാൾ നിനക്ക് മുമ്പേ അറിയോ? ഇല്ല മീര, ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത്. പക്ഷെ ആ കണ്ണുകൾ അതിലെന്തൊക്കെയോ പറയാതെ ബാക്കി വെച്ച പോലെ എനിക്ക് തോന്നി, വർഷ പതുക്കെ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അച്ഛൻ്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. വർഷ ആശ്വാസത്തോടെ ICUവിന് മുമ്പിലിരിക്കുമ്പോഴാണ് ആശുപത്രിയിലെ റിസപ്ഷനിൽ നിന്നൊരു നഴ്സ് വന്നത്. വർഷ, നിങ്ങളുടെ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ അച്ഛൻ്റെ അടുത്ത 6 മാസത്തേക്കുള്ള മരുന്നുകളും പൈസ അഡ്വാൻസായി അടച്ചിട്ടുണ്ട്. വർഷം ഞെട്ടിപ്പോയി. 1,00,000 രൂപയ്ക്ക് അപ്പുറം ഇത്രയധികം സഹായം ചെയ്യാൻ മാത്രം ആര്യന് അവളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? അവൾ ആര്യനെ അന്വേഷിച്ച് ഹോസ്പിറ്റലാകെ നടന്നു. ഒടുവിൽ ഹോസ്പിറ്റലിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്റെ ബ്ലാക്ക് കാറിനരികിൽ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന ആര്യനെ അവൾ കണ്ടു. സർ, വർഷ വിളിച്ചു. ആര്യൻ ഫോൺ പോക്കറ്റിലിട്ട് തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്ത് ആ പഴയ ഗൗരവം തന്നെ. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ സുഖമായിരിക്കുന്നു. പക്ഷേ എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഈ കട എനിക്ക് എങ്ങനെ വീട്ടാൻ കഴിയുമെന്നും അറിയില്ല. വർഷയുടെ ശബ്ദമിടറി. ആര്യൻ അവിടെ അടുത്തേക്ക് ഒരു അടികൂടി ചേർന്ന് നിന്നു. അവന്റെ പെർഫ്യൂമിന്റെ കന്ന് വർഷയ്ക്ക് പരിചിതമായ പോലെ തോന്നി. എന്റെ കട നീ വീട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിനക്ക് കടപ്പാട് തീർക്കണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്ത് സഹായം ഞാൻ ചെയ്യാം? വർഷ പെട്ടെന്ന് പറഞ്ഞു. ആര്യൻ നിമിഷം അവൾ ഉറ്റുനോക്കി. നാളെ രാവിലെ 10 മണിക്ക് ഈ വിലാസത്തിൽ വരിക. അവനൊരു അഡ്രസ്സ് എഴുതി പേപ്പർ അവൾക്ക് നൽകി. പിന്നെ ഇതൊരു സഹായമല്ല, ഒരു കണ്ടീഷനാണ്. വരാൻ കഴിയില്ലെന്ന് നീ ഇപ്പൊ തന്നെ പറയണം. വർഷ ആ പേപ്പറിൽ നോക്കി. അതൊരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഓഫീസായിരുന്നു. അവൾ സമ്മതം എന്നോണം തലയാട്ടി. പിറ്റേന്ന് രാവിലെ വർഷം ഓഫീസിലെത്തി. എന്നാൽ അവിടെ വെച്ച് അവൾ അറിഞ്ഞ ആ സത്യം അവൾ ആകെ തകർത്ത് കളഞ്ഞു. ആര്യൻ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല, ആ നഗരത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ആര്യൻ തനിക്ക് ജോലി എന്നൊരു കണ്ടീഷന്റെ പുറത്താണെന്ന് അവൾ അറിഞ്ഞു. നീ ഇവിടെ ജോലിക്ക് ചെയ്യുന്ന എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടല്ല, എന്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയാ, പ്രത്യേകിച്ച് എന്റെ അമ്മയെ. ആര്യൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതിനെനിക്ക് വിരോധമൊന്നുമില്ല സർ, പക്ഷെ എന്തുകൊണ്ടാണ് എന്നെ തിരഞ്ഞെടുത്തത്? ആര്യൻ തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. കാരണം നിന്റെ മുഖം എനിക്ക് ആരോ ഒരാളെ ഓർമ്മിപ്പിക്കുന്നു. നീ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ എനിക്ക് നഷ്ടപ്പെട്ട എന്തോ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആര്യന്റെ ആ വാക്കുകൾ വർഷയിൽ ഭയവും ജിജ്ഞാസയും നിറച്ചു. ആരായിരിക്കും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ആ വ്യക്തി? ആര്യന്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം എന്താണ്? അവൾ ആലോചിച്ചു. ആര്യന്റെ വലിയ ബംഗ്ലാവിലേക്ക് കടക്കുമ്പോൾ വർഷയുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. നഗരത്തിലെ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി വലിയ മതിലുകൾക്കുള്ളിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആ വീട് കണ്ടാൽ ആർക്കും ഒരു നിഗൂഢത തോന്നും. ആര്യൻ കാറിൽ നിന്നിറങ്ങി അവളോടായി പറഞ്ഞു. ഇവിടെ നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, രാത്രി 7 മണി കഴിഞ്ഞാൽ നീ നിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. പ്രത്യേകിച്ച് ഈ വീടിന്റെ മുകൾ നിലയിലേക്ക് പോകാൻ ശ്രമിക്കരുത്. വർഷം ഒന്നും മനസ്സിലാവാനും നോക്കി. അതെന്താ സർ, രാത്രി എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? ആര്യന്റെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. അവനോട് അരികിലേക്ക് വന്ന് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകുക. ഞാൻ പറഞ്ഞ അതുപോലെ അനുസരിക്കുക. അത് നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ്. അവനകത്തേക്ക് നടന്നു. വർഷമെല്ലാം അവനെ പിന്തുടർന്നു. വീടിനുള്ളിൽ കണ്ട കാഴ്ച അവളെ അതിശയിപ്പിച്ചു. വീട് മുഴുവൻ മനോഹരമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഓരോ കോണിലും പ്രകാശം പരത്തുന്ന വിലപിടിപ്പുള്ള അലങ്കാര വിളക്കുകൾ. എന്നാൽ ആ വെളിച്ചത്തിനിടയിലും എന്തോ ഒരു ഇരുട്ട് അവിടെ തങ്ങി നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവിടെ വെച്ചാണ് അവൾ ആര്യന്റെ അമ്മയെ കാണുന്നത്. വീൽ ചെയറിലിരിക്കുന്ന ശൂന്യതയിലേക്ക് നോക്കി ചിരിക്കുന്ന ഒരു വൃദ്ധ. അവരെ കണ്ടപ്പോൾ വർഷയുടെ ഉള്ളിൽ സഹതാപം തോന്നി. അമ്മേ, ഇതാണ് വർഷ. ഇനി അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഇവളുണ്ടാവും. ആര്യൻ അമ്മയുടെ അരികിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു. അമ്മ വർഷയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പക്ഷെ ആ ചിരിയിൽ എന്തോ ഒരു ആത്മബന്ധം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അന്ന് രാത്രി ആര്യം പറഞ്ഞ പോലെ വർഷം തന്നെ മുറിയിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മുകളിൽ നിൽക്കുന്ന ആരോ കരയുന്ന ശബ്ദങ്ങൾ കേട്ടു.
ഒരു സ്ത്രീയുടെ നേരത്തെ കരച്ചിൽ. ആര്യം പറഞ്ഞ അവൾ ഓർത്തുവെങ്കിലും ആ ശബ്ദം കേട്ടിരിക്കാൻ അവൾക്കായില്ല. അവൾ മെല്ലെ മുറിയിൽ നിന്നിറങ്ങി ഗോവണിപ്പടികൾ കയറി. മുകൾ നിലയിലെ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ അവസാനത്തെ മുറിയിൽ നിന്നൊരു നേരത്തെ വെളിച്ചം വരുന്ന അവൾ കണ്ടു. അവൾ വാതിലരികിൽ ചെന്ന് അകത്തേക്ക് നോക്കി. അവിടെ ആര്യൻ ഇരിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൻ ആ ഫോട്ടോ നോക്കി വിതുമ്പുകയായിരുന്നു. നിനക്ക് പകരം വയ്ക്കാൻ ആർക്കും കഴിയില്ല. നീ എന്തിനാ എന്നെ തനിച്ചാക്കി പോയത്? ആര്യൻ സ്വയം പറഞ്ഞു. പെട്ടെന്ന് വർഷയുടെ കാല് തട്ടി അവിടെ ഇരുന്ന ഒരു പൂപാത്രം താഴെ വീണു. ശബ്ദം കേട്ട് ആര്യൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു വിടുത്തു. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇങ്ങോട്ട് വരരുതെന്ന്? അവനവളുടെ കൈകൾ ബലമായി പിടിച്ചു. സർ, ഞാൻ ആരോ കരയുന്ന കേട്ട് വന്നതാ, വർഷ വിറച്ചുകൊണ്ട് പറഞ്ഞു. ആര്യൻ അവളെ ചുമരോട് ചേർത്ത് നിർത്തി. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് അടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആരും കരയുന്നില്ല, അത് നിന്റെ തോന്നലാ. ഇനി ഒരിക്കൽ കൂടി നീ ഇത് ആവർത്തിച്ചാ നീ വീടിന് പുറത്തായിരിക്കും. അവനാളെ മുറിക്ക് പുറത്തേക്ക് തള്ളി വാതിലടച്ചു. എന്നാൽ വർഷ കണ്ട മറ്റൊന്നായിരുന്നു. ആ മുറിയിലെ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ഫോട്ടോയിലെ പെൺകുട്ടി. അവൾക്ക് വർഷയുടെ അതേ മുഖമായിരുന്നു. ആ കാഴ്ച കണ്ട് വർഷ തറഞ്ഞുപോയി. ആ ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്ന പെൺകുട്ടി താൻ തന്നെയാണോ എന്നൊരു നിമിഷം അവൾ സംശയിച്ചു. അതേ കണ്ണുകൾ, അതേ ചിരി. പക്ഷെ ആ വസ്ത്രധാരണവും ആഭരണങ്ങളും എല്ലാം ഒരു രാജകുമാരിയുടേതുപോലെ തോന്നിപ്പിച്ചു. ആര്യന്റെ കൈകളിലെ ബലം കുറഞ്ഞെങ്കിലും അവന്റെ കണ്ണിലെ തീക്ഷ്ണത കുറഞ്ഞില്ല. പോയിക്കോ, നിന്റെ മുറിയിലേക്ക് പോ, അവൻ അമർത്തി പറഞ്ഞു. വർഷ വിറക്കുന്ന കാലുകളോടെ താഴേക്ക് ഓടി. തന്റെ മുറിയിൽ കയറി വാതിലടച്ച് അവൾക്ക് ഇതപ്പടക്കാൻ ശ്രമിച്ചു. ആരാണ് ആ പെൺകുട്ടി? എന്തിനാണ് ആര്യൻ സാറിനെ ഇവിടെ കൊണ്ടുവന്നത്? കേവലം ഒരു സാദൃശ്യം മാത്രമാണോ ഇത്? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ അലതല്ലി. പിറ്റേന്ന് രാവിലെ വർഷ ആര്യനെ അഭിമുഖീകരിക്കാൻ ഭയപ്പെട്ടാണ് താഴേക്ക് വന്ന്. എന്നാൽ ഹാൾ മുറിയിൽ ആര്യൻ വളരെ ശാന്തനായി ഇരിക്കുകയായിരുന്നു. അവൻ അവിടെയുള്ള ചെറിയൊരു നിലവിളക്കിന്റെ തിരി താഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വെളിച്ചത്തിൽ അവന്റെ മുഖത്തെ ഗൗരവം അല്പം കുറഞ്ഞതായി തോന്നി. വർഷ, ഇവിടെ വരൂ. അവൾ പതുക്കെ അവന്റെ അടുത്തേക്ക് ചെന്ന്. ഇന്നലെ രാത്രി നടന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. നീ അത് കണ്ടു എന്ന് എനിക്കറിയാം. ആര്യൻ തന്റെ കയ്യിൽ നിന്ന് വിളക്ക് മേശപ്പുറത്ത് വെച്ചു. ആ പെൺകുട്ടിയെ സർ, അവൾ ആരാ? വർഷ ദൈന്യം സംഭരിച്ച് ചോദിച്ചു. ആര്യനൊരു ദീർഘനിശ്വാസം വിട്ടു. അവളുടെ പേര് ദേവിക. എന്റെ ജീവിതം പ്രകാശപൂർണ്ണമാക്കിയവൾ. പക്ഷെ ഒരു അപകടം അവൾ എന്നിലും തട്ടിയെടുത്തു. നീ വീട്ടിലേക്ക് വന്നതിൽ പിന്നെ ഈ മരിച്ചു കിടന്ന വിളക്കുകൾക്കെല്ലാം ഒരു പ്രത്യേക തെളിച്ചം വന്ന പോലെ എനിക്ക് തോന്നുക. വർഷ ആര്യന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന തിരിച്ചറിഞ്ഞു. പക്ഷെ സാർ, എനിക്ക് ദേവിയാൻ കഴിയില്ല. ഞാൻ വർഷയാ. എനിക്കറിയാം നീ വർഷയാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് നീ ദേവികയാണ്. നീ വന്നതിന് ശേഷം അമ്മ എത്ര സന്തോഷത്തിനാണെന്ന് കണ്ടോ? അതുകൊണ്ട് മാത്രം നീ ഇവിടെ തുടരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അവിടേക്ക് ഒരു കാർ വന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങിയത് സുമുഖനായ ഒരു യുവാവായിരുന്നു. ആര്യന്റെ അതേ പ്രായം തോന്നിക്കുന്ന ഒരാൾ. അവനകത്തേക്ക് കടന്നു വന്നു. ആര്യന്റെ മുഖം വീണ്ടും ഇരുണ്ടു. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന സിദ്ധാർത്ഥ്? ആര്യൻ കടുപ്പത്തിൽ ചോദിച്ചു. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് വർഷയെ നോക്കി. ആര്യൻ, നീ ഒളിപ്പിച്ചു വെച്ച നിധി കാണാൻ വന്നാ ഞാൻ. പക്ഷെ നീ പറഞ്ഞതിനേക്കാൾ സുന്ദരിയാണല്ലോ ഇവൾ. ദേവികയുടെ അതേ രൂപം. സിദ്ധാർത്ഥിന്റെ നോട്ടത്തിൽ എന്തോ ഒരു ചതി ഒളിഞ്ഞിരിപ്പെടുന്ന വർഷയ്ക്ക് തോന്നി. ആര്യൻ വർഷയെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ഇവൾ ഈ വീട്ടിലെ ജോലിക്കാരിയാ. അതിനപ്പുറം എനിക്കവളോട് സംസാരിക്കാനൊന്നുമില്ല. ജോലിക്കാരിയോ അതോ നിന്റെ പുതിയ പരീക്ഷണ വസ്തുവോ? സിദ്ധാർത്ഥ് പരിഹാസത്തോടെ ചോദിച്ചു. ആര്യനും സിദ്ധാർത്ഥും തമ്മിൽ ആ പാക്ക് പിന്നിൽ എന്തോ ഒരു വലിയ രഹസ്യമുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി. ആ രഹസ്യം തന്റെ ജീവന് തന്നെ ഭീഷണിയാവുമോ എന്ന് അവൾ ഭയന്നു. സിദ്ധാർത്ഥ് പോയി കഴിഞ്ഞപ്പോൾ ആര്യൻ വർഷയുടെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നു. വർഷ, ഇനിയുള്ള ദിവസങ്ങൾ നീ കൂടുതൽ ശ്രദ്ധിക്കണം. സിദ്ധാർത്ഥ അത്ര നല്ലവനല്ല. അവൻ നിന്നെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ആ രാത്രി വർഷം ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. ആര്യൻ നിന്നെ രക്ഷിക്കാനല്ല, മറിച്ച് അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവിടെ നിർത്തിയിരിക്കുന്നത്. സത്യങ്ങൾ അറിയണമെങ്കിൽ നാളെ ഉച്ചയ്ക്ക് കാവ്യംപുറം ക്ഷേത്രത്തിലേക്ക് വരൂ. ആ മെസ്സേജ് കണ്ടതും വർഷയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ നിറഞ്ഞു. ആര്യൻ സാർ ഇത്രയധികം സഹായങ്ങൾ തനിക്ക് ചെയ്ത് വെറുമൊരു ഉപകാരമായിരുന്നു. അതെന്തെങ്കിലും മറച്ചു പിടിക്കാനുള്ള ശ്രമമായിരുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയാതെ അവൾ ആലോചിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ആര്യൻ ഓഫീസിലേക്ക് പോയ തക്കം നോക്കി വർഷ കാവ്യംപുറം ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ആളൊഴിഞ്ഞ ആൽത്തറയിൽ സിദ്ധാർത്ഥ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ വരുമെന്ന് എനിക്കറിയായിരുന്നു വർഷ. സിദ്ധാർത്ഥ ഒരു പരിഹാസചിരിയോടെ പറഞ്ഞു. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആര്യൻ സാർ മറച്ചു പിടിക്കുന്ന ആ സത്യം എന്താ? വർഷ ധൈര്യത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥന്റെ ഫോണിൽ നിന്നൊരു പഴയ പത്രവാർത്തയുടെ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തു. ദേവികയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു അത്. ദേവിക മരിച്ചൊരു അപകടത്തിലാണെന്നാണ് ആര്യ എല്ലാവരോടും പറയുന്നത്. എന്നാൽ സത്യമതല്ല. അവൾ ആത്മഹത്യ ചെയ്തതാ. ആര്യന്റെ സംശയരോഗവും വാശിയും അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടതാ. വർഷക്ക് അത് വിശ്വസിക്കാനായില്ല. ഇല്ല സർ, ഇല്ല. സാർ അവൾ അത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ. സ്നേഹമല്ല വർഷ, അത് ഭ്രാന്താ. നിന്റെ ഈ മുഖം കണ്ടുകൊണ്ടാ അവൻ നിന്നെ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അധികം വൈകാൻ നീ അവന്റെ തടവുകാരിയാവും. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരിക. സിദ്ധാർത്ഥ അവളുടെ കൈകൾ പിടിച്ചു. കൈവിട!
പെട്ടെന്ന് ഒരു ഗർജനം കേട്ട് രണ്ടുപേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആര്യനായിരുന്നു അത്. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ? സിദ്ധാർത്ഥ് പരിഭ്രമിച്ചു. ആര്യൻ വേഗത്തിൽ വന്ന് സിദ്ധാർത്ഥിന്റെ കോളിൽ പിടിച്ചു. എന്റെ ജീവിതം തകർത്ത് പോരായിട്ട് ഇപ്പൊ ഇവളെയും കൂട്ടുപിടിക്കാൻ നോക്കുന്നോ? വർഷയോട് നീ എന്താടാ പറഞ്ഞ്? സത്യങ്ങൾ, നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ ക്രൂരതകൾ. സിദ്ധാർത്ഥ ആക്രോശിച്ചു. ആര്യൻ സിദ്ധാർത്ഥിനെ തള്ളിമാറ്റി വർഷയുടെ അരിയിലേക്ക് വന്നു. വർഷ, നീ ഇവനെ വിശ്വസിക്കരുത്. ദേവിക എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ അവൾ ഇല്ലാതായതിന് കാരണക്കാരന്തോ ഇവനാ. വർഷ ആര് വിശ്വസിക്കണമെന്നറിയാതെ തകർന്നുപോയി. ഒരാൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു, മറ്റൊരാൾ സംശയത്തിന്റെ വിത്തുകൾ വിതക്കുന്നു. എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കെന്റെ വീട്ടിൽ പോയാൽ മതി. വർഷ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടി. മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. റോഡിലൂടെ ലക്ഷ്യമില്ലാതെ ഓടിയ വർഷ പെട്ടെന്ന് ഒരു വണ്ടിക്ക് മുന്നിൽ ചെന്ന് വിട്ടു. ബ്രേക്ക് ഇടുന്ന ശബ്ദം ആൾക്കാരുടെ നിലവിളി അവൾ അവ്യക്തമായി കേട്ടു. ബോധം മറിയുന്നതിന് മുമ്പ് ആര്യം തന്നെ താങ്ങിയെടുക്കുന്നു. ദേവിക, നിനക്കൊന്നും പറ്റില്ല എന്ന് വിതുമ്പുന്ന അവൾ ഓർക്കുന്നു. ആശുപത്രിയിൽ കണ്ണു തുറക്കുമ്പോൾ വർഷ കണ്ടത് തന്റെ കട്ടിലിനരിൽ തളർന്നിരിക്കുന്ന ആര്യനെയാണ്. അവന്റെ കയ്യിൽ അവൾക്ക് വേണ്ടി വാങ്ങിയ ഒരു കുഞ്ഞു ബ്രാസ് വിളക്കുണ്ടായിരുന്നു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. നീ വർഷമായിട്ട് തന്നെ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. ആര്യന്റെ ശബ്ദത്തിൽ ആദ്യമായ ഒരു അപേക്ഷയുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം ആശുപത്രി മുറിയിലേക്ക് പോലീസ് കടന്നു വന്നു. മിസ്റ്റർ ആര്യൻ, ദേവിയുടെ മരണവുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട്. വർഷ സ്തബ്ധയായി പോയി. പോലീസിനെ കണ്ടത് ആര്യൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നിന്നു. അവന്റെ മുഖത്ത് ഭയമായിരുന്നില്ല, മറിച്ച് വർഷയുടെ അവസ്ഥയോർത്തുണ്ടായ ഒരു തരം നിസ്സംഗതയായിരുന്നു. സർ, ഇവരെന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ എന്തിനാണ് പോലീസിനോടൊന്നും പറയാത്തത്? ആര്യൻ അവളുടെ അരിയിലേക്ക് വന്ന് തലയിൽ തലോടി. സത്യം എന്താണെന്ന് എനിക്കറിയാം വർഷ, പക്ഷേ ലോകത്തിന് മുമ്പിൽ അത് തെളിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ വരുന്നവരെ നീ സുരക്ഷിതയായിരിക്കണം. അവൻ പോലീസിനൊപ്പം നടന്നു നീങ്ങി. ആര്യം പോയതോടെ സിദ്ധാർത്ഥ ഒരു വിജയെ പോലെ മുറിയിലേക്ക് കടന്നു വന്നു. കണ്ടോ വർഷ, ഞാൻ പറഞ്ഞ സത്യം. അവനകത്തായി. ഇനി നിനക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. എന്നാൽ സിദ്ധാർത്ഥിന്റെ ആ ചിരി വർഷയിൽ അസ്വസ്ഥയാണ് ഉണ്ടാക്കിയത്. ആര്യന്റെ കണ്ണുകളിൽ കണ്ടത് കുറ്റബോധമായിരുന്നില്ല, ആരോടോ ഉള്ള സംരക്ഷണമായിരുന്നു അവൾക്ക് തോന്നി. അവൾക്ക് വിശ്രമിക്കാൻ കഴിയില്ലായിരുന്നു. അന്ന് രാത്രിയുടെ ഡിസ്ചാർജ് വാങ്ങി അവൾ നേരെ പോയത് ആര്യന്റെ ബംഗ്ലാവിലേക്കാണ്. അവിടെ ആര്യന്റെ അമ്മയുടെ മുറിയിൽ അവൾ ഒരു പഴയ ഡയറി കണ്ടെത്തി. അത് ദേവികയുടേതായിരുന്നു. വിറക്കുന്ന കൈകളോടെ അവൾ അതിലെ താളുകൾ മറിച്ചു. ആര്യൻ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം. പക്ഷെ സിദ്ധാർത്ഥിന്റെ ഇടപെടലുകൾ ഞങ്ങളുടെ ഇടയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. സിദ്ധാർത്ഥിന് വേണ്ടത് എന്നെയല്ല, ആര്യന്റെ സ്വത്താ. എന്നെ അപായപ്പെടുത്തി അത് ആര്യന്റെ തലയിൽ കെട്ടിവെക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി സിദ്ധാർത്ഥ് മാത്രമായിരിക്കും. വായന പൂർത്തിയാക്കാൻ വർഷക്കായില്ല. പുറത്തൊരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. സിദ്ധാർത്ഥായിരുന്നു അത്. അവൻ തനിച്ചായിരുന്നില്ല. കയ്യിൽ ആര്യന്റെ ഓഫീസിലെ ചില പ്രധാന രേഖകളും ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാ വർഷ? സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിന് ആ പഴയ സ്നേഹമില്ലായിരുന്നു. സത്യം ഞാൻ അറിഞ്ഞു സിദ്ധാർത്ഥ്. ദേവികയെ കൊന്നത് നീയല്ലേ? ആര്യൻ സാർ അവളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിശബ്ദനായത്. സിദ്ധാർത്ഥ് ക്രൂരമായി ചിരിച്ചു. അറിയേണ്ടതിനേക്കാൾ കൂടുതൽ നീ അറിഞ്ഞുപോയി. ആര്യനെ പോലെ തന്നെ നിനക്ക് ഈ രൂപം വിനയാൻ പോവുക. ദേവിക പോയതുപോലെ നീയും പോവും. അവനൊരു കത്തിയുമായി വർഷയുടെ അടുത്തേക്ക് വന്നു. ഭയന്ന് പറിച്ച വർഷ ഓടിയത് മുകൾ നിലയിൽ ആ നിഗൂഢമായ മുറിയിലേക്കാണ്. അവിടെ ചെന്ന് വാതിലടച്ച് അവൾക്ക് അറിയാൻ തുടങ്ങി. എന്നാൽ ആ മുറിക്കുള്ളിൽ അവൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു. ആ മുറിയിലെ വലിയ ചുമന് പിന്നിൽ മറ്റൊരു വാതിലുണ്ടായിരുന്നു. പെട്ടെന്ന് സിദ്ധാർത്ഥ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല വർഷ. സിദ്ധാർത്ഥ് കത്തിയൊങ്ങിയത് ആ രഹസ്യവാതിൽ തുറന്ന ഒരാൾ പുറത്തേക്ക് വന്നു. അത് ആര്യനായിരുന്നു. അവന്റെ കയ്യിൽ പോലീസിന് നൽകാനുള്ള തെളിവുണ്ടായിരുന്നു. ആര്യൻ, നീ എങ്ങനെ? സിദ്ധാർത്ഥ് വിക്കി. പോലീസ് സ്റ്റേഷനിൽ പോയി നിന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു നാടകാരും സിദ്ധാർത്ഥ്. നീ തെളിവുകൾ നശിപ്പിക്കാൻ വരുന്ന എനിക്കറിയായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞെല്ലാം പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആര്യൻ ശാന്തനായി പറഞ്ഞു. അന്നേരം അവിടേക്ക് പോലീസ് സംഘം ഇരച്ചു കയറി. സിദ്ധാർത്ഥിനെ അവർ വിലങ്ങു വെച്ചു. എല്ലാം ശാന്തമായപ്പോൾ ആര്യൻ വർഷയുടെ അരികിലേക്ക് നടന്നു വന്നു. ക്ഷമിക്കണം വർഷ, നിന്നെ അപകടത്തിലാക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഈ സത്യം പുറത്തുകൊണ്ടുവരാൻ മറ്റൊരു വഴിയുമില്ലായിരുന്നു. വർഷ ആര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ഗൗരവമില്ല, മറിച്ച് വർഷയോടുള്ള കരുതലാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ വീടിന് ഇരുട്ടുണ്ടാവില്ല അല്ലേ സർ? വർഷ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആര്യൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണവർണ്ണമാർന്ന ബ്രാസ്ലേറ്റ് തെളിയിച്ചു. ഇനി ഈ പ്രകാശം ഇന്ന് നിനക്ക് കൂട്ടുണ്ടാവും. സിദ്ധാർത്ഥിന്റെ അറസ്റ്റിന് ശേഷം ആ ബംഗ്ലാവിലെ ഭയാനകമായ നിശബ്ദത മാഞ്ഞു പോയിരുന്നു. ആര്യന്റെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു. അമ്മയുടെ ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വർഷയെ കാണുമ്പോൾ ദേവിക എന്ന് വിളിച്ചിരുന്ന അമ്മ ഇപ്പോൾ അവളെ മോളെ എന്നാണ് വിളിക്കുന്നത്. ഒരു വൈകുന്നേരം ബംഗ്ലാവിന്റെ പൂമുഖത്ത് ആര്യൻ താൻ പുതുതായി കൊണ്ടുവന്ന അലങ്കാര വിളക്കുകൾ ക്രമീകരിക്കുകയായിരുന്നു. ആ വെളിച്ചത്തിൽ മുറ്റം മുഴുവൻ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. സർ, ചായ. വർഷ ഒരു പുഞ്ചിരിയോടെ ചായ ഗ്ലാസ് നീട്ടി. ആര്യൻ ജോലി നിർത്തി അവളെ നോക്കി. വർഷ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? എന്താണ് സർ? ദേവികയുടെ സാദൃശ്യങ്ങളാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷെ ഇന്ന് ആ സാദൃശ്യത്തിനപ്പുറം വർഷ എന്ന പെൺകുട്ടി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. നിനക്ക് ഈ വീട്ടിൽ ഇനി നിൽക്കാൻ പ്രയാസമുണ്ടോ? കടലെല്ലാം തീർന്നല്ലോ, നിനക്ക് വേണമെങ്കിൽ പോവാം.
വർഷയുടെ കൈകളൊന്ന് വിറച്ചു. അവൾ ആര്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഇപ്പോൾ ഭയമോ നിഗൂഢതയോ ഇല്ലായിരുന്നു, മറിച്ച് വല്ലാത്തൊരു ആത്മബന്ധം മാത്രം. കടം ചെയ്യുന്നു സർ, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഈ വീട്ടിലെ ഓരോ വിളക്കിനും ഇപ്പം എൻ്റെ പേരാണ്. ആ പ്രകാശം വിട്ടുപോകാൻ എനിക്ക് കഴിയില്ല. ആര്യൻ അവളുടെ കൈകളിൽ മെല്ലെ പിടിച്ചു. എങ്കിലും ഇനി ഇവിടെ നീ ജോലിക്കാരിയല്ല, ഈ വീടിന്റെ വെളിച്ചമായി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി വർഷ ഇവിടെ ഉണ്ടാവണം. ആ വലിയ ബംഗ്ലാവിലെ എല്ലാ വിളക്കുകളും അന്നേരം ഒന്നിച്ച് തെളിഞ്ഞ പോലെ വർഷയ്ക്ക് തോന്നി. ദുഃഖത്തിന്റെ കനൽ വഴികൾ പിന്നിട്ട് സ്നേഹത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് അവർ രണ്ടുപേരും നടന്നു കയറി.